ഹായ്, എല്ലാവർക്കും 4K ഫിലിം എൻ്റർടൈൻമെൻറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡ് സ്പോട്ടിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ഗ്രിൽഡ് ഫിഷാണ്. അടിപൊളി ടേസ്റ്റി ആയിട്ട് നമുക്ക് ഗ്രിൽഡ് ഫിഷ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തതിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കപ്പം ഫിഷ് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇന്ന് ഗ്രില്ല് ചെയ്യാനെ കൊണ്ട് വാങ്ങിച്ചേക്കുന്നത് നമ്മുടെ പാര എന്ന് പറയുന്നൊരു മീനാണ്. അപ്പം ഇത് നമുക്കൊന്ന് നല്ലോണം ക്ലീൻ ചെയ്തെടുക്കണം. ഇതിനകത്ത് വയറ്റിനകത്ത് അഴുക്കൊക്കെ കളഞ്ഞിട്ട് നല്ലോണം വരഞ്ഞ് വൃത്തിയാക്കി നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തേക്കാം. ഈ മീനകത്ത് ഒരുപാട് ചെതമ്പലൊന്നുമില്ല, നല്ല കട്ടിയുള്ളൊരു തൊലിയാണ് ഇതിന്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നല്ലോണം ഇത് വൃത്തിയാക്കിയെടുത്ത് ചെതമ്പലൊക്കെ കളഞ്ഞ് ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ വയറൊന്ന് കീറി ഇതിനകത്ത് അഴുക്കൊക്കെ എടുത്ത് കളയണം. അതേപോലെ നമുക്ക് ഈ മുള്ളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്കിവൻ്റെ ഈ ചിറകൊക്കെ അങ്ങോട്ട് അരിഞ്ഞേക്കാം. നല്ല കട്ടിയുണ്ട്. ഇനി അടുത്ത് നമ്മുടെ ഈ മുള്ള് കട്ട് ചെയ്തെടുക്കണം. ഈ മുള്ള് നല്ലോണം കട്ട് ചെയ്തെടുക്കണം. കയ്യെ കയറരുത്, നൈസായിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ മീനിൻ്റെ മുള്ളെല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ വാല് നമുക്കൊരു ഷോയ്ക്ക് ഇരിക്കട്ടെന്ന് അവിടെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വയറങ്ങ് കീറിയേക്കാം. ഒരുപാട് കീറണ്ട, ജസ്റ്റ് ഒന്ന് കീറിയാൽ മതി. അതിനകത്ത് അഴുക്ക് ആ പണ്ടമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് അഴുക്കിങ്ങനെ എടുക്കണം. കുറച്ച് അഴുക്കേ ഉള്ളൂ ഇതിനകത്ത്, ഒരുപാട് അഴുക്കൊന്നും ഇല്ലാത്ത മീനാണ്. അപ്പോൾ അതിനകത്ത് ക്ലീൻ ആക്കിയിട്ടുണ്ട്, അഴുക്കൊക്കെ നമ്മൾ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ നല്ലോണം നമ്മൾ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്തെ അഴുക്കൊക്കെ എടുത്ത് കളഞ്ഞു, ചെതമ്പി ഈ മുള്ളൊക്കെ കളഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാല നല്ലോണം പിടിക്കാൻ ഇത് നല്ലോണം ഒന്ന് വരഞ്ഞേക്കാം. അപ്പോൾ നമുക്കിത് രണ്ടും വരഞ്ഞെടുത്തേക്കാം. അപ്പോൾ നമുക്ക് നൈസായിട്ട് വരഞ്ഞു തുടങ്ങാം. ചെറുകെ വരഞ്ഞാൽ മതി. അപ്പോൾ ഇച്ചിരി അടുപ്പിച്ച് വരഞ്ഞോ വെച്ച് കഴിഞ്ഞാൽ നല്ലോണം നമ്മുടെ മസാല ഇതിനകത്ത് പിടിക്കണം. അപ്പോൾ നമ്മുടെ മീൻ രണ്ടും നമ്മൾ നല്ലോണം വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇനി നമുക്ക് നമ്മുടെ മസാല ചേർക്കാം. അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് നമ്മുടെ മസാല ചേർത്ത് അടിപൊളിയായിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ ഗ്രില്ല് ചെയ്യാനെ കൊണ്ടുള്ള അരപ്പിന് എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് നോക്കാം. ഇതെന്ന് പറയുന്നത് നമ്മുടെ മഞ്ഞപ്പൊടിയാണ്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഇതെന്ന് പറയുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചെടുത്തതാണ്. പിന്നെ ഒരു നാരങ്ങ നമ്മൾ 2 എണ്ണം ആക്കി വെച്ചിട്ടുണ്ട്, നാരങ്ങ നീരിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഉപ്പുണ്ട്, പിന്നെ നല്ല കുരുമുളക് പൊടിച്ചതുണ്ട്. ഇത് ഇത്രയാണ് നമ്മുടെ അരപ്പിന് വേണ്ടുന്ന സാധനം. അപ്പോൾ നമുക്ക് അരപ്പുണ്ടാക്കിയിട്ട് നമ്മുടെ ഈ മീനകത്തോട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ നമ്മുടെ അരപ്പ് കലക്കാനെ കൊണ്ട് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ് 2 ടീസ്പൂണ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മതി. പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ മഞ്ഞപ്പൊടിയാണ്. മഞ്ഞപ്പൊടി ഒരു ഇച്ചിരി ഇട്ടാൽ മതി, ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര കയ്പ്പായി പോകും. മഞ്ഞപ്പൊടി ഇച്ചിരി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി അരച്ച പേസ്റ്റാണ്. ഇത് നമുക്കൊരു 3 ടീസ്പൂണ് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു ബൗള് എടുത്തെങ്കിലും അത് 3 ടീസ്പൂണേ ഉള്ളായിരുന്നു. അതിനുശേഷം നമ്മുടെ കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി നമുക്കൊരു 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം, നല്ല സ്പൈസി ആയിട്ടിരിക്കാനെ കൊണ്ടാണ്. കൂടെ നമ്മുടെ ഉപ്പുണ്ടല്ലോ, ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നമ്മുടെ നാരങ്ങ പീസ് എടുക്കണം. നാരങ്ങ പീസ് എടുത്തിട്ട് ഒരു മുറി നാരങ്ങ ഇതിനകത്തോട്ട് ഇങ്ങനെ നല്ല രീതിയിൽ പിഴിഞ്ഞങ്ങോട്ട് ഒഴിക്കണം. ഒരു മുറി നാരങ്ങ മതി നമുക്ക്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തേക്കാം. അപ്പോൾ നമ്മൾ ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറുതായിട്ട് ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്, എന്നാലേ നല്ലോണം മിക്സ് ആവും. വെള്ളം അല്ലെങ്കിൽ എണ്ണ യൂസ് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ ഒരു ഇച്ചിരി വെള്ളം എടുത്തുള്ളൂ. അപ്പോൾ നല്ലോണം നമ്മൾ നമ്മുടെ അരപ്പ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് വേണ്ടേ. അപ്പോൾ നമ്മുടെ മീൻ ഇതിനകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഇതിനകത്തോട്ട് തേച്ച് പിടിപ്പിക്കാം. നമ്മുടെ അരപ്പൊക്കെ നല്ല എല്ലായിടത്തും പറ്റണം. അപ്പോൾ നമ്മൾ നല്ലോണം നമ്മുടെ ഈ വരഞ്ഞതിനകത്തൊക്കെ അരപ്പ് പുരട്ടണം. മീൻ
മൊത്തത്തിൽ പറ്റണം. അതിൻ്റെ കൂട്ട് തന്നെ നമ്മുടെ വയറുണ്ടല്ലോ, കീറിയ ആ വയറിനകത്തോട്ടൊക്കെ നമ്മുടെ അരപ്പ് നല്ലോണം തേച്ച് കൊടുക്കണം. എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് നമ്മുടെ ഗ്രിൽഡ് ഫിഷ് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത സൈഡും നമുക്ക് നല്ലോണം തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മുടെ മീൻ നല്ലോണം നമ്മൾ അരപ്പ് തേച്ച് വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂറത്തേക്ക് നമുക്കിത് വെച്ചേക്കണം. എന്നാലേ ഈ അരപ്പൊക്കെ ഈ മീനകത്തോട്ട് പറ്റത്തുള്ളൂ. നല്ലോണം അങ്ങോട്ട് ഉപ്പും മുളകും ഒക്കെ അങ്ങോട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഗ്രില്ല് ചെയ്യാനുള്ള കനൽ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഫിഷ് എടുത്ത് ഈ ഗ്രില്ലിനകത്തോട്ട് വെച്ചിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രില്ലിനകത്തോട്ട് നമ്മുടെ ഫിഷ് നൈസായിട്ട് വെച്ച് കൊടുക്കുക. ഗ്രില്ല് അടിപൊളിയായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രില്ലിൽ നിന്നിട്ട് ലോക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ഗ്രില്ല് നല്ല രീതിയിൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഫിഷും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് തിരിച്ച് മറിച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. കുറച്ചെണ്ണ മതി. അപ്പോൾ നമ്മുടെ മീനിൻ്റെ ഒരു സൈഡ് ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് തിരിച്ച് ഇട്ട് കൊടുക്കാം. ശ്രദ്ധിച്ച് തിരിച്ചിടണം, കണ്ടോ. അപ്പോൾ നമ്മുടെ ഗ്രിൽഡ് ഫിഷിൻ്റെ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ നല്ല മണമൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത സൈഡും കൂടി നല്ലോണം വെന്ത് വന്നിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ മീനിൻ്റെ അപ്പുറത്തെ സൈഡും വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്ത് നോക്കാം. അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ ഇതങ്ങ് എടുത്ത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുമായിരിക്കും. അപ്പോൾ നമുക്കിത് എടുത്തേക്കാം. ഇനി ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഗ്രിൽഡ് ഫിഷ് അപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ട് നല്ല സ്പൈസി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടുക്കാച്ചി വീഡിയോയുമായി വരുന്നിടം വരെ ബൈ ബൈ.